മോട്ടറിലെ തന്നെ സ്പെഷ്യൽ ഡിസൈൻ വൈൻഡിങ് നമ്മുടെ MDMൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ മോട്ടറിന്റെ ലൈഫ് ഒരുപാട് കാലം നിൽക്കും. വേറെ ആരുടെ അടുത്തും ഇല്ലാത്ത പൾസെറ്ററാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിപ്പോൾ പശു ഫാമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒന്നാണ് മിൽക്കിംഗ് മെഷീൻസ്. സോ എല്ലാവർക്കും മിൽക്കിംഗ് മെഷീൻസ് അറിയാം. പക്ഷേ ഒരു മിൽക്കിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ നോക്കി വാങ്ങണമെന്ന് അറിയുന്നില്ല. സോ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുമെങ്കിൽ ഒരു മിൽക്കിംഗ് മെഷീൻ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വാങ്ങാമെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നമ്മുടെ മിൽക്കിംഗ് മെഷീൻസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന പമ്പ്. ഇപ്പോൾ നമ്മൾ പൊതുവേ നോക്കണമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ പമ്പും ഒരേപോലെ ഇരിക്കും. പക്ഷെ നമ്മളത് ടെക്നിക്കലായി ചോദിച്ചാൽ മാത്രമേ അതിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ MDMലെ ലിയോ മിൽക്കിംഗ് മെഷീൻസിൽ നോക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഇൻബിൽഡ് ഓയിൽ പമ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇൻബിൽഡ് ഓയിൽ പമ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ് അതിനൊരു പ്രത്യേകത എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ ഓയിൽ കൺസപ്ഷൻ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ മരുന്ന് ആവശ്യമൊന്നും വരുന്നില്ല. അടുത്ത് നമ്മൾ ഇൻബിൽഡ് ഓയിൽ പമ്പിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പഴയ പമ്പൊക്കെ നോക്കുകയെന്ന് വെച്ചാൽ അതിൽ ഫ്ലോ വാൾവ് കൺട്രോൾ കൊടുത്തിരുന്നാം. അതിൽ നമ്മൾ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ഓയിൽ ഒരുപാട് പമ്പിലോട്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ പമ്പ് ലോഡായിട്ട് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഓയിൽ കുറവായി പോയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പമ്പ് ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മുടെ ഈ ഇൻബിൽഡ് ഓയിൽ പമ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നവും വരില്ല. സേഫ് ആയി തന്നെ യൂസ് ചെയ്യാം. ഇൻബിൽഡ് ഓയിൽ പമ്പ് ആയതുകൊണ്ട് തന്നെ എത്ര ഓയിലാണോ ആവശ്യം അത് തന്നെ യൂസ് ചെയ്ത് ഈസി ആയി തന്നെ പമ്പ് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. അതുകൂടാതെ നമുക്ക് ഇടയിലൊന്നും ഈ മെഷീൻ നിന്ന് പോകില്ല. ഇപ്പൊ നമ്മൾ മോട്ടറിന്റെ മേലെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഇനി നമുക്ക് താഴെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് വെയിൻസ്. ഒരു പമ്പിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് അതിന്റെ വെയിൻസ് ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിതിൽ ഹൈ ഗ്രേഡ് ഹൈലാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ തേന് പോകുന്നത് അല്ലെങ്കിൽ പൊട്ടി പോകുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഈസിയായി യൂസ് ചെയ്യാം. നമ്മുടെ പമ്പിൽ നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഇൻബിൽഡ് ഓയിൽ പമ്പാണ് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്കിപ്പോൾ ഓയിൽ കൺസപ്ഷൻ കുറവായിരിക്കും. കൂടാതെ നമ്മൾ ഹൈ ഗ്രേഡ് ഹൈലാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ പമ്പിന്റെ പ്ലസ്. ഇനി അടുത്ത് നമുക്ക് മോട്ടർ നോക്കാം. അടുത്ത നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ മോട്ടർ. നമ്മുടെ മോട്ടറിന് എന്താണ് പ്രത്യേകത എന്ന് നോക്കി വെച്ചാൽ നമ്മൾ ഓൺ മാനുഫാക്ചറിങ് ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കും പുറത്തുള്ള മോട്ടറിനും നമ്മുടെ മോട്ടറിനും എന്താണ് വ്യത്യാസം എന്ന്. നമ്മൾ ഓൺ മാനുഫാക്ചറിങ് കമ്പനി ആയതുകൊണ്ട് തന്നെ 2+ ആണ് നമ്മുടെ മോട്ടറിനുള്ളത്. ഒന്ന് നമ്മൾ കോപ്പർ വൈൻഡിങ് മോട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ നമ്മളുടെ പമ്പിന് എത്രയാണോ ലോഡ് ആവശ്യം അതിനനുസരിച്ച് നമ്മൾ വൈൻഡിങ് ചെയ്തിട്ടാണ് മോട്ടർ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മോട്ടർ അധികമായിട്ട് ഓടില്ല, കുറവായിട്ട് ഓടില്ല. ഒരളവിന് തന്നെ ഓടിയിട്ട് നമുക്ക് ഈസി ആയി തന്നെ ഈ മിഷൻ വർക്ക് ചെയ്യിപ്പിക്കാം. ഇപ്പം നമ്മൾക്കും പുറത്തുനിന്നൊക്കെ മോട്ടർ മേടിച്ചിട്ട് നമ്മൾ ഓൺ മാനുഫാക്ചറിങ് കമ്പനിയാന്ന് പറഞ്ഞിട്ട് നമുക്ക് മോട്ടർ കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അങ്ങനെ കൊടുക്കാതെ നമ്മൾ ഇപ്പം നമ്മുടെ അവിടെ നിന്ന് മെഷീൻ എടുക്കുവാണെങ്കിൽ നമ്മൾ മെഷീനൊപ്പം തന്നെ വാറണ്ടി ക്ലെയിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ മിൽക്ക് ക്യാൻ ആണ്. മിൽക്ക് ക്യാൻ നോക്കിയാൽ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ SS കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ ഫുൾ ആൻഡ് ഫുൾ ഫുഡ് ഗ്രേഡ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാലിന്റെ ക്വാളിറ്റി മാറാതെ അങ്ങനെ തന്നെ ഇരിക്കും. ഇതിൽ വേറെ എന്താണ് നമ്മൾ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ NRV വാൾവ്. ഈ NRV വാൾവ് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ പാല് കറക്കുന്ന സമയത്ത് ക്യാൻ ഫില്ലായി കഴിഞ്ഞാൽ കറവ് ഓട്ടോമാറ്റിക്കലി തന്നെ സ്റ്റോപ്പ് ആകും. നമ്മൾ മാത്രമാണ് ഈ ഒരു സ്പെഷ്യാലിറ്റി കൊടുക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ വേറെ ആരും കൊടുക്കാത്ത പൾസെറ്ററാണ് നമ്മൾ കൊടുക്കുന്നത്. വെറും പൾസെറ്ററല്ല, വാട്ടർ പ്രൂഫ് പൾസെറ്ററാണ് കൊടുക്കുന്നത്. അതുമാത്രമല്ല ഇതിൽ മേജർ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള പ്ലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ SS കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾ മറ്റുള്ളിടങ്ങളിലൊക്കെ നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് MS പ്ലാസ്റ്റിക്കിലൊക്കെ ആയിരിക്കും കൊടുക്കുക. ഇപ്പം MS കൊടുക്കുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക്കിൽ കൊടുക്കുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തേഞ്ഞു പോകും. അപ്പം നമുക്ക് മെഷീൻ ഒരുപാട് ഓടിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് തേഞ്ഞു പോകാതെയും തുരുമ്പ് പിടിക്കാതെയൊക്കെ ഇരിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ SS കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ SS കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെഷീൻ ഒരുപാട് കാലം ഓടിക്കാൻ പറ്റും. അടുത്ത് നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ പശുവിൻ്റെ അകിടിലിടുന്ന ലൈനറാണ്. ലൈനർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 27 mm ഫുഡ് ഗ്രേഡ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പശുവിൻ്റെ അകിടിലേക്ക് ഇടുന്ന സമയത്ത് നമുക്ക് ഒരു പ്രശ്നവും വരില്ല. കാരണം നമ്മൾ അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് ഗ്രേഡ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ടീത്ത് കപ്പാണ്. ടീത്ത് കപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ആൻഡ് ഫുൾ SS ഫുഡ് ഗ്രേഡിലാണ് കൊടുത്തിരിക്കുന്നത്. ചില സമയത്ത് ഇപ്പം നമ്മൾ പശു ചവിട്ട് അല്ലെങ്കിൽ ഇപ്പം താഴെ വീണാലോ അങ്ങനെ പൊട്ടി പോകുന്ന പ്രശ്നങ്ങളില്ല. കാരണം അത്രയും സ്ട്രോങ് ആയിരിക്കും. അടുത്ത് നമ്മൾ ഇതിൻ്റെ ഗ്ലാസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളത് 240 cc കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഫുഡ് ഗ്രേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാല് പോകുന്നതിൽ നന്നായിട്ട് അറിയാൻ പറ്റും. ഈ ഗ്ലാസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ നല്ല ക്വാളിറ്റിയിലാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ഈ ക്യാനിൽ നിന്ന് വരുന്ന മിൽക്കോസ് നോക്കിയാൽ നമ്മൾ ഇത് ഫുൾ ആൻഡ് ഫുൾ ഫുഡ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മളിത് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പാൽ കറവ നന്നായി കാണാൻ പറ്റും. കൂടാതെ ഇതിന്റെ തിക്നെസ് നോക്കിയാൽ നമ്മൾ ഇതിൽ ഹെവി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ഡാമേജ് ആവില്ല. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നാണ് നമ്മുടെ മിൽക്കിംഗ് മെഷീനിലെ വാക്വം ടാങ്ക്. ഈ വാക്വം ടാങ്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതും ഫുൾ ആൻഡ് ഫുൾ SS ഫുഡ് ഗ്രേഡിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ തൊഴുത്തൊക്കെ പൊതുവെ വെള്ളമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ പശുവിൻ്റെ യൂറിനൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വാക്വം പെട്ടെന്ന് തന്നെ ഹോൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വാക്വം പെട്ടെന്ന് ലീക്ക് ആകും. അപ്പോൾ ഈ ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫുൾ ആൻഡ് ഫുൾ
ഫുഡ് ഗ്രേഡിലും SS-ലും കൊടുക്കുന്നത്. ആരുടെ അടുത്ത് ഇല്ലാത്ത എന്ത് സ്പെഷ്യാലിറ്റിയാണ് നമ്മുടെ വാക്വം ടാങ്കിൽ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഡബിൾ ലിഡ് നമുക്ക് അഴിച്ചു മാറ്റാവുന്നതാണ്. അഴിച്ചു മാറ്റിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ വാക്വം ടാങ്കിന്റെ സ്പെഷ്യാലിറ്റി നോക്കിയാൽ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ SS-ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡബിൾ ലിഡും അഴിച്ചിട്ട് നമുക്ക് ഇത് വൃത്തിയായി തന്നെ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം. അടുത്തത് ലിയോ മിൽക്കി മിഷന്റെ ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ നമ്മളതിൽ ഹെവി ഫ്രെയിമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മിഷന്റെ ലൈഫ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാലം നിൽക്കും. പെയേഴ്സിന് വേണ്ടി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കമ്പനിക്ക് വരിക അല്ലെങ്കിൽ നിങ്ങൾ പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ മിഷനൊപ്പം തന്നെ കൊടുക്കുന്നതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ വെച്ചിരിക്കുന്നത് 2 3 പശുക്കളാണ് അല്ലെങ്കിൽ 6 7 പശുക്കളൊക്കെയാണ്, ഇതിന് വേണ്ടി എന്തിനാണ് ഫിക്സഡ് മിൽക്കി മിഷൻ വാങ്ങുന്നത് എന്ന്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മിൽക്കി മിഷൻസ് നമ്മുടെ MWലുണ്ട്. അപ്പോൾ ആ മിൽക്കി മിഷനെ പറ്റി അറിയാനും ഇപ്പം തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക.